ഹലോ, നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫില് പ്രത്യേകിച്ച് കുട്ടികളൊക്കെയുള്ള വീട്ടില് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആയുർവേദ ഔഷധത്തെ കുറിച്ച് സംസാരിച്ചാലോ? വേറെ ഒന്നുമല്ല, നമ്മളുടെ നാഗരാതി ചൂർണമാണത്. ഇതിന്റെ ഉപയോഗം എന്താന്നുള്ളത് ഞാൻ പറയാം. അതായത് അഭിഘാതജ ശോഫത്തിനാണ് നാഗരാതി ചൂർണം ഉപയോഗിക്കുന്നത്. അഭിഘാതജ ശോഫം എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് ഉണ്ടാകുന്ന നീർക്കെട്ട്, അതായത് എവിടെയെങ്കിലും ഒന്ന് ഇടിച്ചു പോവുക, അഭിഘാതം, എവിടെയെങ്കിലും ഒന്ന് വീഴുക, എവിടെയെങ്കിലും ഒന്ന് ഇടിക്കുക, അതോടനുബന്ധിച്ച് ഉണ്ടാകുന്ന നീർക്കെട്ട് ഉണ്ടാവല്ലോ. അപ്പൊ അങ്ങനെ ഇടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ചതവുണ്ടാവും. ആ ചതവിനോടനുബന്ധിച്ച് അവിടെ ഒരു നീർക്കെട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള നീർക്കെട്ടുകൾ മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഔഷധമാണ് നാഗരാതി ചൂർണം എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ലിഗമെന്റിൽ ഉണ്ടാകുന്ന ടിയർ, അതായത് ഉളുക്ക്, ആ ഉളുക്കുകളിലൊക്കെ ആ ഉളുക്കുകളിലോട് വേദനയും അതിന്റെ നീർക്കെട്ടും ഒക്കെ ഉണ്ടാവല്ലോ, അത് മാറാൻ വേണ്ടിയിട്ടും ഈ നാഗരാതി ചൂർണം വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇതെങ്ങനെയാ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ അരിക്കാടി വെള്ളത്തിൽ, അതായത് അരി കഴുകിയ വെള്ളത്തിൽ ഈ ചൂർണം മിക്സ് ചെയ്ത് ഒരു ലേപനമാക്കിയിട്ട് അത് അവിടെ തേച്ചിട്ടുക. എവിടെയാണോ നീർക്കെട്ടുള്ളത് അത് അവിടെ തേച്ചിട്ടുക. അല്ലെങ്കിൽ ഈ കരിക്കിന്റെ തൊണ്ടിന്റെ നീര്, അതായത് ഇളയ തേങ്ങയില്ലേ കരിക്ക്, അതിന്റെ ചകിരി ഇങ്ങനെ പിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നീര് കിട്ടത്തില്ലേ? കുറച്ച് വെള്ളം കൂട്ടി പിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നീര് കിട്ടും. ആ നീരിൽ ചാലിച്ച് തേച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന്, നമ്മൾ അത്ഭുതപ്പെട്ടു, അത്രയും പെട്ടെന്ന് ആ നീരും വേദനയും ആ ഒരു ചതവും മാറുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഈ ഒരു രോഗാവസ്ഥയിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പം മാറാത്ത മുട്ടുവേദനയുണ്ട്, അവിടെ നീർക്കെട്ടുണ്ട്, അല്ലെങ്കിൽ കഴുത്ത് വേദനയാണ്, അവിടെ നീർക്കെട്ടുണ്ട്, അങ്ങനത്തെ നീർക്കെട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഡോക്ടറുടെ ഉപദേശം തേടിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. അല്ല പെട്ടെന്ന് ഒന്ന് ഇടിച്ചുപോയി, ഒന്ന് അവിടെ ഒരു നല്ലൊരു നീർക്കെട്ടുണ്ട്, നല്ല വേദനയുണ്ട്, അല്ലെങ്കിൽ ഒരു ഉളുക്ക് വന്നു, ഒരു ഫുട്ബോൾ കളിക്കുമ്പോൾ ആംഗിളിനൊക്കെ ഒരു ഉളുക്ക് വന്നു, അപ്പൊ ഒന്ന് ഇത് ഞാൻ പറഞ്ഞ രീതിയിൽ മിക്സ് ചെയ്ത് തേച്ചിടുന്നോണ്ട് തെറ്റൊന്നുമില്ല. പിന്നെ ഓപ്പൺ ആയിട്ടുള്ള വൂണ്ടിൽ, തുറന്നിട്ടുള്ള വൂണ്ടിലൊന്നും ഒരിക്കലും തേക്കരുത്. അതുപോലെ തന്നെ എന്താ പറയാ, ഇപ്പൊ കൈ ഇപ്പം ഒരു നമ്മൾ ഇടിച്ചു പോയി അവിടെ പൊട്ടിയിട്ടുണ്ട്, ഫ്രാക്ചർ ഉണ്ട്, അപ്പൊ അവിടെ ഒരു നീരാണ് എന്ന് വിചാരിച്ചിട്ട് ഇത് തേച്ചിട്ടിട്ട് ആ നീർക്കെട്ട് മാറ്റരുത്. കാരണം അവിടെ ഇതെന്താ വരുന്നത്, പൊട്ടിയിട്ടാണ് ആ നീർക്കെട്ട് വരുന്നത്. അങ്ങനെയുള്ളതിലും ഇത് യൂസ് ചെയ്തിട്ട് ഉപകാരം ഉണ്ടാവില്ല. അല്ലാതെ വരുന്ന പെട്ടെന്നൊന്ന് ചതവോ വന്നു, ആ ചതവോട് കൂടിയിട്ട് ഒരു നീർക്കെട്ടുണ്ട്, അങ്ങനെയുള്ളതിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ് നാഗരാതി ചൂർണം. താങ്ക് യു.